കമ്മ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള സെൻറ്ററിലോട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ അതിനാദ്യം ഇതിൽ കണ്ട പോലെ ഒരു ബോക്സ് വരച്ചെടുക്കുക സെൻറ്ററിലായിട്ട്. നമ്മൾ പേപ്പറിൻ്റെ എന്ത് ചെയ്യുക, 4 സൈഡിലും ഒരേപോലെ തന്നെ സ്പേസ് ഇട്ടിട്ട് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് കാണുന്ന പോലെ തന്നെ ഔട്ട്ലൈൻ വേണമെങ്കിൽ വരച്ചെടുക്കുക, വേണ്ടെങ്കിൽ വരച്ചെടുക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ള പോലെ, പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഒരു സാധനമായിട്ട് നമ്മളെ കൈ ഇങ്ങനെ പോകണതിനനുസരിച്ചിട്ടാണ് വായിക്കാനായിട്ട് ഉണ്ടാക്കുക. അത്ര തന്നെ അങ്ങനെ വരച്ചുണ്ടാക്കുക. അല്ലാതെ ഇന്ന ഷേപ്പ് തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്ലൈൻ വരച്ചെടുക്കുക. ഔട്ട്ലൈൻ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിലത്തെ ഉണ്ടാവല്ലോ, അത് ഫുള്ള് ബ്ലാക്ക് കളർ കൊണ്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബോക്സിൻ്റെ ഉള്ളിലത്തെ മാത്രം. ഇനി അത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ആ ഷേപ്പ് മൊത്തത്തിൽ ഫില്ല് ചെയ്താൽ ഉദ്ദേശിച്ച സാധനം മാറിപ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക ബ്ലാക്ക് കളർ കൊണ്ടിട്ട്. പിന്നെ ബോക്സിൻ്റെ പുറത്ത് വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ലൈൻ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുക. ഹൊറിസോണ്ടലായിട്ടും വരയ്ക്കുന്നുണ്ട്, അതേമാതിരി വെർട്ടിക്കലായിട്ടും വരയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേന് പരിപാടി കഴിയും. പിന്നെ ഞാനതിൽ ആദ്യം ഔട്ട്ലൈൻ്റെ മേലെ ബ്ലാക്ക് കളർ കൊണ്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ മുന്നേ കളറൊക്കെ ചെയ്തതിൻ്റെ ശേഷം കൊടുത്തത്. നിങ്ങൾക്ക് ഔട്ട്ലൈന് മാർക്കർ എടുത്തിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങനെ വരച്ചിട്ട് പിന്നെ വരച്ചിട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ സുഖമായിട്ട് കിട്ടും. ഞാനത് കൊടുക്കാൻ വേണ്ടി മറന്നത്. ഞാൻ ആദ്യം മാർക്കർ എടുത്ത് കളർ ചെയ്തതിന് ശേഷമാണ് പിന്നെ മറ്റേന് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഔട്ട്ലൈൻ കൊടുത്തിട്ടില്ല എന്ന് കണ്ടത്. അപ്പോൾ എത്ര ഉള്ളൂ, ഇഷ്ടമായി കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കൂടെ കൂട്ടാൻ മറക്കണ്ട. ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ കമൻറ്റ് ഒക്കെ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.